മർക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അവൻ ദേവാലയത്തിൽ വിട്ടുപോകുമ്പോൾ ശിഷ്യന്മാരിൽ ഒരുത്തൻ, ഗുരു, ഇതാ എങ്ങനെയുള്ള കല്ല്, എങ്ങനെയുള്ള പണി എന്നവനോട് പറഞ്ഞു. യേശു അവനോട്, നീ ഈ വലിയ പണി കാണുന്നുവോ? ഇടിക്കാതെ കല്ലിന്മേൽ കല്ലിവിടെ ശേഷിക്കുകയില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ ഒലിവുമലയിൽ ദേവാലയത്തിന് നേരെ ഇരിക്കുമ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും അന്ത്രയോസും സ്വകാര്യമായി അവനോട്, അത് എപ്പോൾ സംഭവിക്കും? അതിന് എല്ലാം നിവൃത്തി വരുന്ന കാലത്തിൻ്റെ ലക്ഷണം എന്ത് എന്ന് ഞങ്ങളോട് പറഞ്ഞാലും എന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞു തുടങ്ങിയത്, ആരും ഞങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഞാൻ ആകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനേകർ എൻ്റെ പേരെടുത്തു വന്ന് പലരെയും തെറ്റിക്കും. എന്നാൽ നിങ്ങൾ യുദ്ധവും യുദ്ധശ്രുതികളും കുറിച്ച് കേൾക്കുമ്പോൾ ഭ്രമിച്ചു പോകരുത്. അത് സംഭവിക്കേണ്ടതിന് തന്നെ, എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. അവിടെ ഇവിടെ ഭൂകമ്പം, ക്ഷാമം ഉണ്ടാകും. ഇത് ഊറ്റുനോവിൻ്റെ ആരംഭമത്രേ. എന്നാൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങളിൽ ഏൽപ്പിക്കുകയും പള്ളികളിൽ വെച്ച് തല്ലുകയും എൻ്റെ നിമിത്തം നാഴിവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പാകെ അവർക്ക് സാക്ഷ്യത്തിനായി നിർത്തുകയും ചെയ്യും. എന്നാൽ സുവിശേഷം മുമ്പ് സകല ജാതികളോടും പ്രസംഗിക്കേണ്ടതിന് അവർ നിങ്ങളെ കൊണ്ടുപോയി ഏൽപ്പിക്കുമ്പോൾ എന്തു പറയേണ്ടു എന്ന് മുൻകൂട്ടി വിചാരപ്പെടരുത്. ആ നാഴികയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് തന്നെ പറവീൻ. പറയുന്നത് നിങ്ങളല്ല, പരിശുദ്ധാത്മാവത്രേ. സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും മരണത്തിൽ ഏൽപ്പിക്കും. മക്കളും അമ്മയപ്പന്മാരുടെയും നേരെ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും. എൻ്റെ നാമം നിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും.